we are familiarized with water covalent compounds and water ionic compounds and what is chemical bonding. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ചെയ്തു. ഇനി how can we determine whether there is any easiest way? വളരെ എളുപ്പത്തിലൊരു വഴിയുണ്ടോ? ഈ കോവാലന്റ് കോമ്പൗണ്ട്സിനെയും അയോണിക് കോമ്പൗണ്ട്സിനെയും കോമ്പൗണ്ട്സ് തന്നു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഈസിയസ്റ്റ് മെത്തേഡ് ഉണ്ടോ എന്ന് അത് ഒരു ചോദ്യം. ഇത് തിരിച്ചറിയാനുള്ള ഒരു വഴിയുണ്ടോ? രണ്ടാമത്തെ ഒരു കാര്യം, ഈ പരസ്പരം ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ജോഡിയെ, ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ പെയർ ബിറ്റ്വീൻ ടു ആറ്റംസ്, അത് എക്സാക്റ്റ് ഈ രണ്ട് ആറ്റത്തിന്റെ സെൻട്രൽ തന്നെയാണോ, അത് ഏതെങ്കിലും ഒരാറ്റത്തിന്റെ അടുത്തേക്ക് ചേർന്നാണോ നിൽക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ചില ഡൗട്ട്സ് വരികയും അതിനുള്ള ഒരു ഉത്തരമാണ് ഈ സെക്ഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് an atom to attract the bonded pair of electrons towards its sides. So in a molecule, in the case of the covalent as well as ionic bonds, in the case of a covalent and ionic bond, the ability of an atom to attract the bonded pair of electrons towards its sides is known as the electronegativity. അപ്പോൾ പരസ്പരം പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഈ കഴിവിനെ അട്രാക്ട് ചെയ്യാനുള്ള ഓരോ ആറ്റത്തിന്റെയും ദ എബിലിറ്റി ഓഫ് an atom to attract the shared pair of electrons, അത് ഡിറ്റർമിൻ ചെയ്യുന്ന ധാരാളം ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മെനി ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽസ് ആർ അവൈലബിൾ ഇൻ ദി മോഡേൺ സയൻസ്. ധാരാളം സ്കെയിലുകൾ അവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. ലിനസ് പോളിംഗ് എന്ന സയന്റിസ്റ്റ് 2 പ്രാവശ്യം നൊബൽ പ്രൈസ് ലഭിച്ച ഒരു സയന്റിസ്റ്റ് ആണ്. മാഡം ക്യൂരി, നമുക്കറിയാം, മാഡം ക്യൂരിക്ക് ഇതേപോലെ 2 പ്രാവശ്യം നൊബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, കെമിസ്ട്രി ആസ് വെൽ ആസ് ഇൻ ഫിസിക്സ്. പക്ഷെ ലിനസ് പോളിംഗിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ 1 Nobel Prize is got in chemistry and other one is in peace. സമാധാനത്തിനും രസാന്തരത്തിനും നോബൽ പ്രൈസ് ലഭിച്ച ഒരു സയന്റിസ്റ്റ് ആണ് ലിനസ് പോളിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്കെയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, കൂടുതലും ഫോളോ ചെയ്യുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഏതാണ്? ലിനസ് പോളിംഗിന്റെ സ്കെയിലാണ്. ലിനസ് പോളിംഗ് എടുത്തിരിക്കുന്ന ഇതിന്റെ ഒരു വാല്യൂസ് ആണത്. ഈ 118 എലമെന്റ്സിലും അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു റിലേറ്റീവ് വാല്യൂസ് ആണ്. The relative values are given to the elements. And the values starting from 0 to 4 ആണ്. ഏറ്റവും 0യ്ക്കും 4നും ഇടയിലുള്ള, ഏറ്റവും മാക്സിമം 4 ആയിരിക്കും, അതിനുള്ള ഇടയിലുള്ള വാല്യൂസ് ആണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെന്റ്സ്, ആറ്റംസ് ഓഫ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് കാണാൻ നമുക്ക് കഴിയുന്ന പീരിയോഡിക് ടേബിളിൽ ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിന്റെ വാല്യൂ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ്, 4 ആണ്. അപ്പൊ കുട്ടികൾ അത് പ്രത്യേകം ഓർത്ത് വയ്ക്കണം. ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദ വേൾഡ് ഓർ ഇൻ ദ 118 എലമെന്റ്സ് ഏതാണ്? ഫ്ലൂറിൻ ആണ്. അതിന്റെ വാല്യൂ 4 ആണ്. ഏറ്റവും ലോവസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത് ഫ്രാൻസിയം ആണ്, അത് 0.7 ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. ഇതിന്റെ വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് ലിനസ് പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ? ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ, using this scale we can predict the given compound is whether ionic or covalent. Ionic ആണോ കോവലന്റ് ആണോ എന്ന് predict ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. എങ്ങനെയാണ്? First you select the compound and then identify the elements and then take the values of the electronegativity values of these elements from the Linus Pauling electronegativity scale and then subtract the values. അതിനുശേഷം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ 2 എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം 1.7 or greater than 1.7. Electronegativity value 1.7 greater than or equal to electronegativity value. Electronegativity value is electronegativity difference is greater than or equal to 1.7. Then the compound is termed as ionic compounds.
Electronegativity difference of the two atoms of a given compound is greater than or equal to 1.7. 1.7 തുല്യവും അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. ആൻഡ് electronegativity difference is less than 1.7, that compound will be covalent. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് ഡിഫറൻസ് 1.7 കുറവാണെങ്കിൽ, ഈക്വൽ എന്നതില്ല, കുറവാണെങ്കിൽ അത് കോവാലന്റ് സഹസംയോജക സംയുക്തമായിരിക്കും. ക്ലിയർ അല്ലെന്ന് വിചാരിക്കുക. Electronegativity difference of two atoms of the given given compound is equal to or greater than 1.7, that compound can be considered as ionic. If the value is the difference is less than 1.7, that compound will be covalent compounds. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ 2-3 പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വളരെ പെട്ടെന്ന് ഇതിൽ 2-3 നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ CO കാർബൺ മോണോക്സൈഡ്, NaCl സോഡിയം ക്ലോറൈഡ്, CH4 മീഥൈൻ, MgCl മഗ്നീഷ്യം ക്ലോറൈഡ്, Na2 ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. Na2 നമ്മൾ അയോണിക് ആണ് നമ്മൾ കണ്ടത്. നമുക്ക് ഇതിന്റെ വാല്യൂ, ഇതിന്റെ സോഡിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോഡിയത്തിന്റെ കൂടിയത് ഏതാന്ന് നോക്കുക. സോഡിയം ഓക്സിജൻ, സോഡിയത്തിന്റെ 0.93 ആണ്, ഓക്സിജന്റെ 3.44 ആണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് വലിയ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ചെറുത് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ഇത് രണ്ടുമാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കുറയ്ക്കുന്നു 3.44. അപ്പോൾ ഇത് ഓക്സിജന്റെ വാല്യൂ ആണ്. ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ 3.44 ആണ്. മൈനസ് സോഡിയത്തിന്റെ 0.93 ആണ്. 2 സോഡിയം ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? Na2O contains 2 elements. ഏതൊക്കെയാണ്? സോഡിയം ആൻഡ് ഓക്സിജൻ. ഓക്സിജന് 3.44 ആണ്, സോഡിയത്തിന്റെ എത്രയാണ്? 0.93. അപ്പോൾ 0.93 നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 0.93 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് മൈനസ് ചെയ്യുക. 0.93 that is 1 and we get 4 and 2, that is 4 that is 2.51. This value is greater than 1.7. ഇത് ഏതിനേക്കാൾ കൂടുതലാണ്? 1.7നേക്കാളും ഈ വാല്യൂ 2.51 എന്നാണ്, 1.7നേക്കാളും കൂടുതലാണ്. സോ ദിസ് കോമ്പൗണ്ട് ഈസ് അയോണിക് കോമ്പൗണ്ട്. ഇത് എന്ത് കോമ്പൗണ്ട് ആണ്? അയോണിക് കോമ്പൗണ്ട് ആണ്, നമ്മൾ കണ്ടതാണ്. അതുപോലെ മഗ്നീഷ്യത്തിന്റെ വാല്യൂ, മഗ്നീഷ്യം നമ്മൾ വാല്യൂ നോക്കുക. മഗ്നീഷ്യം 1.31 ആണ്, ക്ലോറിൻ 3.16 ആണ്. അപ്പോൾ വലുതും ചേർത്ത് കൊടുക്കുക. ക്ലോറിന്റെ വാല്യൂ എഴുതുക. ക്ലോറിൻ 3.16 മൈനസ് മഗ്നീഷ്യം 1.31. അപ്പോൾ 3.16 മൈനസ് 1.31 is equal to 5. Then we can say that 11, that is 8. That is 1.85. 1.85 is greater than 1.7. 1.85 is greater than 1.7. That means it is also an ionic compound. ഇതും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാവുന്നതാണ്? ഒരു അയോണിക് കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് മറ്റൊരു എക്സാമ്പിൾ മീഥേൻ നോക്കാം. മീഥേൻ കാർബണിന്റെ വാല്യൂ എത്രയാണ്? കാർബൺ വാല്യൂ ഈസ് ഈക്വൽ ടു 2.55. ഹൈഡ്രജന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 2.2. അപ്പൊ നമുക്ക് വലിയ വാല്യൂ ആണ് ഹൈഡ്രജൻ കാർബണിന്റെ ആണ്. അപ്പൊ 2.55 മൈനസ് 2.20 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിന് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 0.35 ആണ് ഇവിടെ വരുന്ന വാല്യൂ എന്ന് നമുക്ക് കാണാനായിട്ട്. ഇറ്റ് ഈസ് ലെസ് ദാൻ 1.7. ഇത് 1.7നേക്കാൾ ഈ വാല്യൂ കുറവാണ്. സോ അതെന്ത് കോമ്പൗണ്ട് ആണ്? കോവലന്റ് കോമ്പൗണ്ട് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. അപ്പൊ നമുക്ക് ഈ കോമ്പൗണ്ടുകൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് അത് മനസ്സിലാക്കുക. ആ എലമെന്റ്സിന്റെ കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവിൽ നിന്നും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ മൈനസ് ചെയ്യുക. ഇഫ് ദ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 1.7, ഡെഫിനറ്റ്ലി ദാറ്റ് കോമ്പൗണ്ട് വിൽ ബി അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. ദാറ്റ് ഡിഫറൻസ്, ഇലക്ട്രോനെഗറ്റിവ് ഡിഫറൻസ്, ആ വ്യത്യാസം ലെസ് ദാൻ 1.7 ആണെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് വിൽ ബി എന്തായിരിക്കും? കോവലന്റ് കോമ്പൗണ്ട് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ലിനസ് പോളിംഗിന്റെ ടേബിളിൽ നിന്നും ഈ വാല്യൂസ് എടുത്ത് അതിന്റെ ഡിഫറൻസ് കണ്ടുപോകുക. ഡിഫറൻസ് കാണുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ 1.7നേക്കാൾ കൂടുതലാണെങ്കിൽ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 1.7 ആണ് അയോണിക് ആയിരിക്കും. ലെസ് ദാൻ 1.7 ആണെങ്കിൽ ഇറ്റ് വിൽ ബി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കോവലന്റ് കോമ്പൗണ്ട് ആയിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ ആണ് മൈനസ് ചെയ്യേണ്ടത്. നമ്പർ നോക്കേണ്ട ആവശ്യമില്ല. എലമെന്റ് ഐഡന്റിഫൈ ചെയ്യുക. MgCl2 Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യമാണ്. Cl2 Cl ക്ലോറിനാണ്. Na2O Na സോഡിയം.
ഓക്സിജൻ, Na2 നോക്കേണ്ട ആവശ്യമല്ല, അത് CH4 C കാർബൺ, H ഹൈഡ്രജൻ. അപ്പോൾ കാർബണിന്റെയും ഹൈഡ്രജന്റെയും അങ്ങനെ വേണം നിങ്ങൾ വാല്യൂസ് എടുക്കാനായിട്ട്. ഓക്കെ, ചോദ്യം ഇതാണ്. ഇപ്പൊ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ H2 Cl2 N2 O2 ഈ കേസിലെല്ലാം ആറ്റംസ് ഇൻ ദിസ് മോളിക്യൂൾ ദ ആറ്റംസ് ആർ സെയിം, എലമെന്റൽ മോളിക്യൂൾസ് ആണ്. അപ്പോൾ അതിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. സോ ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് സെയിം. ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആകുമ്പോൾ അക്കോർഡിംഗ് ടു ലിനസ് പോളിംഗ് സ്കെയിൽ അനുസരിച്ച് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ബോത്ത് ആറ്റംസ് ആർ സെയിം, ദെൻ ദ ഇലക്ട്രോൺ പെയർ, ദ ഷെയർഡ് ഇലക്ട്രോൺ പെയർ വിൽ റിമൈൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ടു ആറ്റംസ്. The two atoms have the same electronegativity value, so the shared pair of electrons will remain at the center of the two nuclei of the atoms. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ല. ഏത് കേസിൽ? ഇൻ ദ കേസ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, N2 Cl2 F2 O2 like that. In this case they contain the same type of atoms, so they have the same electronegativity, so the shared pair of electrons remain in the center of the two nuclei of atoms. But in the case of heteroatomic molecules or the compound molecules which containing different atoms, for example HCl, ഇത് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ഇതൊരു കോവലന്റ് കോമ്പൗണ്ട് ആണ്. ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയർ എത്രയാണ്? 1 pair of electrons is sharing between these two atoms. ഇതിൽ ഷെയർ ചെയ്യുന്ന 1 pair of electrons ആണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് വരിക ഷെയറിംഗ് 1 pair of electrons. നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ, ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ 2.2 ആണ്, ഇതിന്റെ 1.6 ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈഡ്രജൻ is 2.2, chlorine is 3.16. That means chlorine has more electronegativity compared to hydrogen. So the shared pair of electrons between these two atoms, 1 pair of electrons shared between these two atoms, അത് എങ്ങോട്ടായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുക? ബിക്കോസ് ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈഡ്രജനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ഗോസ് ടു ദ നിയർ ഓഫ് ദ ക്ലോറിൻ. അങ്ങനെ ക്ലോറിന്റെ അടുത്തേക്ക് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇറ്റ് ഗെറ്റ്സ് സ്ലൈറ്റ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, it gets partial positive charge. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? The electron goes close to the chlorine atom, so since the electron has negative charge, chlorine got slightly negative charge or partial negative charge. And hydrogen, as the electrons are moving away from the hydrogen, so hydrogen gets partially positive charge. So we can represent like this: HCl and this slightly negative charge in this slightly positive. This slightly means delta. This is called delta. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെൽറ്റ. ഇങ്ങനെ എഴുതുന്നതിനാണ് ഡെൽറ്റ. ദിസ് ഇസ് കോൾഡ് there is a delta. Delta എന്നാണ്. So this get delta negative charge and this get delta positive charge. So we can see that the chlorine gets slight negative charge and hydrogen gets slight positive charge. What is the reason for that? Because the chlorine has greater electronegativity compared to hydrogen, so the shared pair of electrons moves towards the chlorine side, so it gets slight negative charge and hydrogen gets slight positive charge. And this type charge separation between the dissimilar atoms of a compound in covalent compounds is known as polar nature. ഇതിനെയാണ് polar nature, polarity എന്ന് പറയുന്നത്. നേരെ മറിച്ച് H2ന്റെ കേസിൽ ഈ polarity ഇല്ല. കാരണം ഇതിന്റെ രണ്ടിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ സെയിം ആയതുകൊണ്ട് it will remain in the center. This slight charge separation between the two atoms of a heteroatomic molecule or different atoms of a molecule is known as polar nature. So the compounds containing partial charge separation between the atoms is called polar compounds. So polar compounds are those compounds which containing partial charge separation, that is positive and negative charge between two atoms is known as the polar compounds. Polar compounds in the for example polar compounds HCl, HF, all these are similar to. Next we can see that H2O, NH3, in all these cases we can see that the polar nature of these compounds determine the geometrical shape of the molecule. ഇതിന്റെ geometrical shape-നെ ആശ്രയിച്ച് അതിന്റെ polar nature വ്യത്യാസപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Okay.
ഈ വാട്ടറിന്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, H2O ആണ്. അതിന്റെ അറ്റോമിക് മാസ്, അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? മോളിക്കുലർ മാസ്, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്, ആ മോളിക്യൂളിന്റെ H2 എന്ന മോളിക്യൂളിന്റെ മാസ് എന്ന് പറയുന്നത് 18 ആണ്. നേരെ മറിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ 44, അമോണിയയുടെ 17, HClന്റെ 36.5. പക്ഷെ ഇതെല്ലാം ഗ്യാസസ് ആണ്. പക്ഷെ 18 മോളിക്കുലർ മാസ് ഉള്ള വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഇൻ വാട്ടർ മോളിക്യൂൾസ് ദി പോളാർ നേച്ചർ ഈസ് എക്സിസ്റ്റിംഗ്. ഡ്യൂ ടു ദിസ് പോളാർ നേച്ചർ, even though its molecular mass is very less, it existing in the liquid states. So, another property, that is, it can dissolve carbon, that is organic as well as inorganic substances due to the special nature of this polar nature. And as a result, this water is known as universal solvents. യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വാട്ടറിന്റെ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കറിയാം, അയോണിക് കോമ്പൗണ്ട്സ് ആൻഡ് കോവാലന്റ് കോമ്പൗണ്ട്സ് പൊസസ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് നേച്ചേഴ്സ്. Using these different properties, we can identify, we can distinguish these covalent compounds as well as the ionic compounds. അപ്പോൾ അയോണിക സംയുക്തങ്ങളെയും സഹസംയോജക സംയുക്തങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് അവയുടെ ഈ സ്വഭാവ സവിശേഷതകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവയുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, ഇറ്റ്സ് നേച്ചർ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്, ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ്സ് സോലബിലിറ്റി ഇൻ വാട്ടർ, and third one, its electrical conductivity, and the fourth one, melting point and boiling points. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ്, 4 important properties of ionic compounds as well as covalent compounds are differing. They are namely the nature or state of the compounds, and the solubility in water, the electrical conductivity, and melting point and boiling point. 1 അതിൻ്റെ അവസ്ഥയാണ്, 2 അതിൻ്റെ ജലത്തിലുള്ള ലേയത്വമാണ്, 3 വൈദ്യുത ചാലകതയാണ്, 4 അതിൻ്റെ ദ്രവണാങ്കം, അതുപോലെ തന്നെ തിളന. ഈ 4 ഗുണങ്ങളിലാണ്. നമുക്കൊരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു കോവലന്റ് കോമ്പൗണ്ട്സ് ആയ വാക്സ് മെഴുകും, ഒരു അയോണിക് കോമ്പൗണ്ട്സ് ആയ വളരെ ഫേമസ് ആയ അയോണിക് കോമ്പൗണ്ട്സ് ആയ NaClന്റെ മോളിക്യൂളും എടുത്തുകൊണ്ട്, NaClലും എടുത്തുകൊണ്ട്, സോഡിയം ക്ലോറൈഡ് ഉപ്പും എടുത്തുകൊണ്ട് നമുക്കിതൊന്ന് വിശകലനം ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ നോക്ക്, നേച്ചർ സ്റ്റേറ്റ്. അതിന്റെ അവസ്ഥ എന്താണ്? അയോണിക് കോമ്പൗണ്ട്സ് പൊതുവെ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേരെ മറിച്ച് കോവലന്റ് കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ്. പൊതുവെ ഈ 3 അവസ്ഥകളിലും, ഖരം, ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥകളിലെയും കോവാലന്റ് കോമ്പൗണ്ട്സ് അഥവാ സഹസംയോജക സംയുക്തങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റേത് അയോണിക് കോമ്പൗണ്ട്സ് സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പക്ഷേ ഇത് 3 അവസ്ഥകളിലും, ഖരം, ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥകളിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത ജലത്തിലെ ലേയത്വമാണ്. നമുക്കറിയാം, സാധാരണ ഉപ്പ് ഒരു അയോണിക് കോമ്പൗണ്ട്സ് ആണ്. ഉപ്പ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ അയോണിക് കോമ്പൗണ്ട്സ് ജലത്തിൽ വളരെ പെട്ടെന്ന് ലയിക്കുന്നു. നേരെ മറിച്ച് വാക്സ്, മെഴുക്, മണ്ണെണ്ണ, ഇതുപോലെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ കോവലന്റ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഈ വാക്സ് എന്തിൽ ലയിക്കുന്നില്ല? വെള്ളത്തിൽ ലയിക്കുന്നില്ല. അപ്പോൾ പൊതുവെ എന്ത് ചെയ്യുന്നില്ല? കോവലന്റ് കോമ്പൗണ്ട്സ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, ബട്ട് ദേ ആർ ഡിസോൾവിങ് ഇൻ. ഏതിലാണ് ഡിസോൾവ് ചെയ്യുന്നത്? കെറോസിൻ, അതുപോലെ തന്നെ കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ തുടങ്ങിയ ലായകങ്ങളിൽ, തുടങ്ങിയ സോൾവെന്റ്സിൽ ദേ ആർ കംപ്ലീറ്റ്ലി സോലുബിൾ. അപ്പോൾ അതാണ് അതിന്റെ ഒരു ലേയത്വം. അപ്പോൾ ജലത്തിൽ പൊതുവെ കോവാലന്റ് കോമ്പൗണ്ട്സ് ലയിക്കുന്നില്ല, പക്ഷെ അയോണിക് കോമ്പൗണ്ട്സ് ജലത്തിൽ ലയിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത കണ്ടക്ടിവിറ്റിയാണ്, അതായത് വൈദ്യുത ചാലകത. നമുക്കറിയാം, ഉപ്പിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ അത് കടത്തില്ല, ഖരാവസ്ഥയിൽ കടത്തിവിടില്ല. പക്ഷേ നമ്മൾ 9ാം ക്ലാസ്സിന്റെ മൈക്കൽ ഫാരഡേയും അതുപോലെ ഹംഫ്രി ഡേവിഡേയും എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടതാണ്. ആ പരീക്ഷണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഉരുകിയ അവസ്ഥയിലും അതുപോലെ തന്നെ ലായിനി ആയിരിക്കുമ്പോഴും ഉപ്പ് എന്ത് ചെയ്യുന്നു? വൈദ്യുതിയെ കടത്തിവിടുന്നു. അപ്പോൾ in solid state they are not conducting in the electricity, but they are conducting in the electricity in the molten state as well as in the solution state in the case of ionic compounds. അയോണിക സംയുക്തങ്ങളിലെ ഈ ഉരുകിയ അവസ്ഥയിലും അതുപോലെ തന്നെ ലായിനി ആയിരിക്കുമ്പോഴും അതിൽ കൂടി എന്ത് ചെയ്യുന്നു? വൈദ്യുതിയെ കടത്തിവിടുന്നു. പക്ഷേ
കോവലന്റ് കോമ്പൗണ്ട്സ് വൈദ്യുതിയെ എന്ത് ചെയ്യുന്നില്ല, കടത്തിവിടുന്നില്ല. വാക്സ് പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല. ദേ ആർ നോട്ട് കണ്ടക്ടിങ് ദ ഇലക്ട്രിസിറ്റി. വൈദ്യുതിയെ കടത്തിവിടുന്നില്ല കോവലന്റ് കോമ്പൗണ്ട്സ്. അടുത്ത നാലാമത്തെ പ്രത്യേകതയാണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ദ്രവണാങ്കം തലനില. പൊതുവെ ഈ അയോണിക് കോമ്പൗണ്ട്സിന്, അയോണിക സംയുക്തങ്ങളുടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ വെള്ളത്തിന്റെ തന്നെ നമുക്കറിയാം എത്രയാണ്, 100 ഡിഗ്രിയാണ്. നേരെ മറിച്ച് കോവലന്റ് കോമ്പൗണ്ട്സിന് വരുന്ന പെട്രോൾ ഇതിന്റെയൊക്കെ തിളനില വളരെ കുറവാണ്. നമ്മളത് 8ാം ക്ലാസ്സിലൊക്കെ പരിചയപ്പെടുന്നത് 54 ഡിഗ്രിയൊക്കെയാണ് വരുന്നത്. അപ്പൊ നോർമലി ഇവയുടെ തിളനില നോർമലി വളരെ കുറവാണ്. ഇങ്ങനെ 4 പ്രത്യേകതകൾ ഉപയോഗിച്ച് നമുക്ക് അയോണിക് കോമ്പൗണ്ട്സിനെയും കോവലന്റ് കോമ്പൗണ്ട്സിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട 4 പ്രത്യേകതകൾ ഉപയോഗിച്ച് കാണാം. ഫസ്റ്റ് വൺ, ദ നേച്ചർ ഓർ ദ സ്റ്റേറ്റ് of the substance, second one the solubility, and third one the electrical conductivity, and the fourth one the melting point and boiling point. So using these properties we can identify, we can distinguish the covalent compounds as well as the ionic compounds very easily. അപ്പോൾ ഈ ടേബിൾ കൃത്യമായിട്ട് നമ്മുടെ നോട്ടിൽ എഴുതുകയും അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മളെടുത്ത ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെടുത്തൊരു എക്സാമ്പിൾ ആണ് കോവലന്റ് കോമ്പൗണ്ട്സിന് എടുത്തിരിക്കുന്ന എക്സാമ്പിൾ വാക്സും, അതുപോലെ തന്നെ അയോണിക് കോമ്പൗണ്ട്സിന് നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഏതാണ്, NaCയിലും അത് സോഡിയം ക്ലോറൈഡുമാണ്.